എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൂപ്പർ ക്യൂബ്. ഞാനിവിടെ എപ്പിസോഡ് 9 ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ വാങ്ങിച്ച കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരാളെ വിളിക്കുന്നത്. മിസ്റ്റർ പിയു. അയാൾ വരുന്നു. ഇയാളെയാണ് ഗാർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അവരും ഇയാളെയാണ് കാത്തിരുന്നത്. വാട്ടവർ വന്നിട്ട് എല്ലാവരോടും കൺഗ്രാറ്റ്സ് പറയാണ്. ഇന്ന് നൈറ്റ് ഒരു ഈവന്റ് ഉണ്ട്, അതിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കൂ, ബാക്കി കാര്യങ്ങളെല്ലാം ഷൂവിനോട് പറയാം എന്ന് പറഞ്ഞിട്ട് പോയി. അവരോട് 6 മണിക്കൂറാണ് ആ ഈവന്റ്. അഡ്വാൻസ്ഡ് ആയിട്ട് പണം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് 3 മില്യൺ കിട്ടും. അത് കേട്ട് ആവശ്യമൊക്കെ എന്ത് 3 മില്യണാ? അവനോട് നിങ്ങളുടെ ഏജന്റ് വാങ്ങിച്ച് എന്നതിന് റിപ്ലൈ തന്നല്ലോ. അത് കേട്ട് അവൾ എന്നെ സ്കാം ചെയ്തു എന്ന് മനസ്സിലായി. അവന് കിട്ടിയത് 50,000 ആണല്ലോ. അത് കൂടുതൽ കാര്യങ്ങൾ ജാസ്മിൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് വിട്ടു. അവർ പോകുന്ന ഈവന്റ് അതിലയാളെ ഗാർഡ് ചെയ്യുക മാത്രമല്ല, അവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട്, അതെല്ലാം കളിക്കുകയും വേണം. അതുപോലെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏൻഷ്യന്റ് മാസ്ക്, അത് ഇവർക്ക് എങ്ങനെയെങ്കിലും വില വെച്ച് വാങ്ങണം. അതാണ് പോകുന്നത്. അവനെന്തോ ഷോക്ക് പോലെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇതെന്താണെന്ന് ചെയ്യുമ്പോൾ അത് ഒബ്സിഡിയൻ ആണ്. ക്യൂബ് അവനോട് ഒബ്സിഡിയൻ എന്ന് പറഞ്ഞിരുന്നല്ലോ. അതോർത്തിട്ട് ഈ അന്നിതാകനോട് പറഞ്ഞത് അവൾ എന്നെ പറ്റിച്ചു എന്ന്. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതിലുണ്ട്. മിസ്റ്റർ ലൂവിന്റെ യാൻ ഫാമിലിയിലെ എൽഡസ്റ്റ് സണ്ണ് അതിൽ വരുന്നുണ്ട്. ആ ഇവന്റിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് നടക്കുന്ന സ്ഥലം ഒരുപാട് ആൾക്കാരുണ്ട്. വാങ്ങിച്ചവന്റെ കൂടെ ഉള്ള ഗാർഡ്സ് എല്ലാവരും വരികയാണ്. ഇത് യാൻ ഫാമിലിയിലെ എൽഡസ്റ്റ് സണ്ണും കാണുന്നുണ്ട്. എന്നിട്ട് പുച്ഛം പോലെ അത് കഴിഞ്ഞ് ഒരാൾ എല്ലാവരും വെൽക്കം ചെയ്യുന്നുണ്ട്. ബോറിംഗ് സ്പീച്ച് ഒന്നുമില്ല, നിങ്ങൾക്ക് വണ്ടർഫുൾ ആയ ടൈം ആയിട്ട് മാറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി കുറച്ച് വാമപ്പ് ഗെയിം ആകാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോർ പോലുള്ളത് അവിടെ തുറക്കണം. അതിൽ അകത്തായിട്ട് നോക്കുമ്പോൾ ഒരു വലിയ മുതല അല്ലെങ്കിൽ ക്രോക്കഡൈൽ. അതുകൊണ്ട് എല്ലാവരും ഷോക്ക്. ആരും പേടിക്കണ്ട, നിങ്ങളുടെ സേഫ്റ്റിയാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞ് ആ നടന്ന കുഴിയിലേക്ക് അത് ബുള്ളറ്റ് പ്രൂഫുള്ള ഗ്ലാസ് ഉണ്ടായിരുന്നു. ഒരുപാട് ടെൻഷനൊക്കെ കളഞ്ഞിട്ടുടനെ അതിന്റെ ഹെഡ് ഭാഗത്ത് ഒരു ബെല്ലുണ്ട്. അത് ആ ഈഫിൾ പിസ്റ്റൽ നിന്ന് ഹെഡിൽ നിന്നും എടുക്കുക. നിങ്ങൾക്ക് ഏത് വെപ്പൺ വേണമെങ്കിലും ഉപയോഗിക്കാം, അത് അടിക്കുക എന്നത് മാത്രമാണ്. എന്നാൽ അതിനുള്ളിൽ കയറിയ ബെല്ല് അടിക്കാതെ പുറത്തു വരാൻ കഴിയില്ല. ജയിക്കുന്നവർക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് വെച്ചേക്കുവാണ്. ഇത് മുഴുവൻ എടുക്കാം എന്ന് പറഞ്ഞ് കാണിക്കുന്ന വാങ്ങിച്ച കണ്ടിട്ട് ഈ ബാസ്റ്റഡ് ഗാർഡ്സിന്റെ ടോയ് പോലെ ഉപയോഗിക്കാൻ തോന്നുന്നു. ഒരാൾ റെഡിയായി അത് ഓപ്പൺ ചെയ്തു അങ്ങോട്ട് വരികയാണ്. അത് അനങ്ങാതെ കിടക്കുകയാണ്. മിണ്ടാതെ പയ്യെ പോയി ചെയ്യാനുള്ളത് അലർക്കൊണ്ട് ആകും പറഞ്ഞുകൊണ്ട് വന്ന് എന്നാൽ സിമ്പിളായിട്ട് കൊന്നും കളഞ്ഞ്. അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയല്ലോ അയ്യോ എന്നൊക്കെ അവിടെ ഉള്ളവര് എന്തൊക്കെയാണ്. അവനെന്ത് വീക്കാണ്. അപ്പോൾ വാങ്ങിച്ച മനസ്സിലെ അല്ല, അത് വളരെ സ്പീഡിയാണ്. ഒരാൾ ഇട്ടായി അവൻ ചെയ്തതിന് നന്ദി പറയാം. പിന്നെ നിക്കോളാസ്, അതാണ് അതിന്റെ പേര്. അത് നോർമൽ ക്രോക്കഡൈൽ അല്ല, നമ്മുടെ ബെസ്റ്റ് ബീസ്റ്റിലൊന്നാണ്. ഇതിന്റെ സ്പീഡ് നോർമലേക്കാൾ 1.5 മടങ്ങാണ്. ഒരാൾ തോറ്റതുകൊണ്ട് 30% ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞ് പിന്നെ വയ്ക്കുന്നു. ഹോങ്ങർ എന്ന ആളോട് അടുത്ത നീ പോകും, അവന് യങ് മാസ്റ്റർ വേണ്ടി ഞാൻ പോകാം എന്ന് പറഞ്ഞ് പോവുകയാണ്. റെഡിയായി. പൈസ കൂടി ഇത്ര ആർത്തികാരന് ചാപം നടക്കുന്നു. അതായിട്ട് നീ കോൺട്രാക്ട് വായിച്ചില്ലേ, അതെന്താണെന്ന് അറിയില്ലേ? എന്താണ് എന്ന് അവന് ടെൻഷനായിട്ട് ചോദിക്കുമ്പോൾ വോളണ്ടിയറായിട്ട് പോവുകയില്ല, നിർബന്ധിച്ച് അയക്കുകയാണ്. ഇതൊക്കെ എന്താണ് എന്ന പോലെ അവന്. പിന്നെ വെറുതെ 3 മില്യൺ ഡെയിലി സാലറി കിട്ടും. അവനതിട്ട് എനിക്ക് 50,000 ഒതുക്കിയില്ലോടി. അവളുടെ മുകളിൽ നിന്ന് ആരോ നോക്കുന്ന പോലെ ഒരു ലുക്ക്. അവൻ പോലെ പേടിച്ചു അവനെ നോക്കാതെ. അവനാണ് ഇതിന്റെ മെയിൻ, ചുമ്മാ അല്ല എത്ര പവർഫുൾ എന്ന പോലെ. ഈ സമയം അവിടെ ഫൈറ്റ് അടക്കായിരുന്നില്ല. അവന്റെ സ്പീറൊക്കെ വെച്ച അതിനെ മുറിവേൽപ്പിച്ചു. അവസാനം നോക്കിയെന്ന ഒറ്റയടി അവൻ ഡെട്ടായി. പിന്നെ പോയി ആരാണ് യഥാർത്ഥ വാരിയർ എന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ പിന്നെ ഗോൾഡ് വയ്ക്കാണ്. അവളാണ് ഒരു പെണ്ണ് പിയോന്റെ അടുത്ത് വന്നിട്ട് എന്താ ചെവിയിൽ പറയണം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്റെ പോക്കറ്റിൽ നിന്ന് ഇതിന്റെ 2 ഇരട്ടി തരാം, ഒന്ന് കണിക്ക്. അത് കേട്ട മിക്കവരുടെ ഉള്ളിൽ അത്ര പണമെന്നത് ഒരുപാട് ആണല്ലോ. മൂടി എന്ന ഒരുത്തൻ ഞാൻ പോകാം എന്ന് പറഞ്ഞു വരുന്ന അപ്പോഴാണ് ഗോൾഡ് പോയിസൺ എന്ന ഞാനുണ്ട്. കൊള്ളാലോ, ലാസ്റ്റ് മനാരെ നോക്കാം. അത് കേട്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പിറകിലേക്ക് ആ പെണ്ണ് ഒരേ ടൈം 2 പേർക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഫൈറ്റ് വേണ്ടി വരും. മരിക്കുന്നത് ഒരു വാങ്ങിച്ചെന്ന ഗോൾഡ് പോയിസന് ജയിച്ചാൽ അത് ഡിസഡ്വാൻറ്റേജ് അല്ലേ. വീക്കായിട്ട് പോയാൽ ചാകില്ലേ. നിനക്ക് ഗോൾഡ് പോയിസനെ പറ്റി അറിയില്ല. മോഡിനോട് നീ ജയിച്ചാൽ ലോങ് വെക്കേഷനെ ഹൈ ലെവലിലേക്ക് എത്തിക്കാം. അവന് ഹാപ്പി അതാ. പെട്ടെന്നാണ് ഗോൾഡ് പോയിസൺ വന്ന് അവൻ അറ്റാക്കിന് വന്ന് കടിച്ച് അവന്റെ ബ്ലഡ് എടുത്തത്. അവനവിടെ ഡെഡായി. അവന് ഭാഗ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തോ മണ്ടായി. പിന്നെയും നാണം കെടുത്തി. അതിനുശേഷം അവൻ ജയിച്ചതുകൊണ്ട് തന്നെ പോവുകയാണ്. ആ മറ്റേ ആളുടെ ബ്ലഡ് അത് കുടിച്ച് അങ്ങനെയാണ് കോമ്പാക്റ്റ് സ്ട്രോങ് ആകുന്നത്. ഇപ്പോൾ അവൻ വളരെ സ്ട്രോങ് ആണ്. ഇതിൽ പോയാൽ അവൻ ജയിക്കും. അപ്പോൾ അങ്ങനെയാണല്ലേ. പിന്നെ അവൻ കയറി, എന്നാൽ ഒരു വെപ്പൺ പോലും ഇല്ല. അത് ചോദിക്കുമ്പോൾ അതെല്ലാം യൂസ്ലെസ് ആണ്. അവൻ ഒരു പൊടി പോലെ അവിടെ എന്ത് വിടുന്നുണ്ട്. വാങ്ഷ കണ്ടിരുന്നു ആ ബീസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നു എന്ന്. അവൻ കൂളായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അവിടെ മാറിയിട്ട് തലമുക്ക് മുകളിൽ വന്നിരിക്കുന്നു. എന്നിട്ട് ഒരു ഒഴിച്ചു കാണിക്കുന്നു. ഇന്നും ബാക്കിയുള്ളവർ നോക്കുമ്പോൾ അത് 2 തുണ്ടായിട്ട് പോയി. ആ ബെല്ല് വന്ന് വീണ്. അതുകൊണ്ട് ഷോക്ക്. പിന്നെ അത് എടുത്തോണ്ട് വരുന്നു ഒരു ബി ലെവൽ ഫൈറ്റർ. ഇവന്റെ സ്പീഡ് വെച്ച് കമ്പയർ പോലും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അവൻ കൊടുത്തപ്പോൾ കൺഗ്രാറ്റ്സ്, റിവാർഡ് എപ്പോൾ ആകുന്നതെന്ന് അവൻ അവിടെ നോക്കിയിട്ട് ഡെലിവറി ചെയ്താൽ മതി
അത്ര ഉള്ളടാ എന്ന പോലെ പിയു. അവളാണ് യാൻ ഫാമിലി എൽഡർ അല്ലെ, എൽഡസ്റ്റ് സണ്ണ്. ഇത് വാമിങ് എന്നല്ലേ പറഞ്ഞേ, ഇതാണ് ഇതോടെ തീർന്നു. അത് കേട്ട് ഒരിക്കലും ഇല്ല, നമ്മുടെ അടുത്ത വിസിറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അത് മുൻപത്തെ പോലെ അല്ല എന്ന് പറയുന്നുണ്ട്. വാങ്ഷി അതിന്റെ സ്ട്രോങ് അവരെ ഫീൽ ചെയ്ത് ബിയറിന്റെ അത്ര സ്ട്രെങ്ത് ഉണ്ട്, അതിന്റെ എജിലിറ്റി വളരെയധികം കൂടുതലാണ് എന്ന് പറഞ്ഞ് വിളിച്ചാണ് ഡൂബൈടെക് മാസ്റ്റർ പീസായ ടൗവോ 17 എന്ന ഒരു ബീസ്റ്റ്. കണ്ട ബോൾഫിന്റെ പോലെയൊക്കെ തോന്നും, എന്നാ അതല്ല. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കണം. അടുത്ത എപ്പിസോഡ് ബാക്കി കാണാം. ബൈ.